ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും 2026 കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പം ഒരാഴ്ച കഴിയാറായി. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല 2026 ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര അടിപൊളി വീഡിയോ, ഭയങ്കര മോട്ടിവേഷൻ വീഡിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് അപ്പോൾ അവൾ ഞങ്ങളെ വിട്ടുപോയി. അസുഖമായിട്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. 2 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ വന്നപ്പോൾ അവളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് അവൾ ഓക്കെ ആയിരുന്നു. ഞങ്ങളൊരു 3-4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷെ അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ പറഞ്ഞ 10-25 വർഷം ആയിട്ടുള്ളൊരു ബന്ധമാണ്. അവൾക്ക് അസുഖമാണ് എന്നറിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് അവളെ മിക്കവാറും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴും എൻ്റെ ബാക്കി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ വിളിക്കുക, അവളെ വിളിക്കുക എന്ന് പറയുമ്പം അവർ കരഞ്ഞോണ്ട് എന്നോട് പറയും, ഞങ്ങൾ എന്താ പറയേണ്ടത് അവളെ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമായിരുന്നു, ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഈ ഒരു അസുഖം അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറ എന്ന് പറയും. അവരെല്ലാവരും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കേണ്ടി അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. അവർക്ക് വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നില്ല. അപ്പോൾ അവർക്ക് അവളെ കാണാനോ, എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇഷ്ടവും സ്നേഹവുമാണ്, പക്ഷെ എങ്ങനെ അവളെ ഫേസ് ചെയ്യും, അതൊക്കെയായിരുന്നു വലിയ പ്രശ്നങ്ങളായിരുന്നിരുന്നത്. പെട്ടെന്നെന്ന് പറയുന്നത് പോലെ അവൾ ഞങ്ങളെ വിട്ട് പോയി. അത് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്ന് പോലും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്തൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങൾ മാറിപ്പോയി. ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു കൊച്ച് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, സീന, ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, പിന്നത്തേന് വേണ്ടി ഒന്നും മാറ്റി വെക്കരുത്. അതായത് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ ചെയ്യണം. കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുന്നത്, നാളെ എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ കാത്തിരിക്കാതെ സമയം എല്ലാത്തിനും, അതായത് സമയമാണ് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളെ ആഗ്രഹിക്കുന്ന, നമ്മുടെ പ്രസൻസ് ആഗ്രഹിക്കുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരുടെ അടുത്ത് ഒരു സെക്കൻഡെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയ, അതായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ പറയും. ആഗ്രഹിക്കുന്ന ആൾക്കാരെ വിളിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ മൈൻഡിൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മൈൻഡ് അത് നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ, പ്ലീസ് 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 അത് എത്രയും പെട്ടെന്ന് അത് ചെയ്യുക തന്നെ ചെയ്യണം. കാരണം നമുക്കറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം. താങ്ക് യു.